നോർബർട്ടൈൻ സഭയെ പ്രതിനിധീകരിച്ച് നോർബർട്ടൈൻ മാനന്തവാടി ആബിയുടെ പ്രിലേറ്റ് ബഹുമാനപ്പെട്ട ജോസ് മുരിക്കനച്ചന്റെ നേതൃത്വത്തിൽ നോർബർട്ടൈൻ സഭാ വൈദികർ പ്രിയങ്കരനായ തുങ്കിടി പിതാവിന് അന്തിമോപചാരം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ഒത്തിരിയേറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നോർബർട്ടൈൻ സഭാംഗങ്ങളായ ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. 1978 നോർബർട്ടൈൻ സഭയെ മാനന്തവാടിയിലേക്ക് സ്വീകരിക്കുകയും അന്ന് മുതൽ ഞങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം തന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്ത അഭിവന്യ തുങ്കിടി പിതാവിനോടുള്ള നോർബർട്ടൈൻ സഭാംഗങ്ങളുടെ നിസ്തുലമായ കടപ്പാടും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞങ്ങളെ മാനന്തവാടിയിൽ സഭ സ്ഥാപിച്ചത് മുതൽ ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും ആരംഭത്തിലെ 10 വർഷക്കാലം ഞങ്ങളുടെ പരിശീലകരായി മാനന്തവാടി രൂപയിൽ നിന്ന് വൈദികരെ തരികയും പിന്നീട് എന്നാർപുര മിഷൻ പ്രദേശം ഞങ്ങളുടെ സേവനത്തിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരികയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആരംഭ ബാച്ചുകൾക്കെല്ലാം വന്ന് പട്ടം നൽകി ഞങ്ങളുടെ കൂടെ പിതൃവാത്സല്യത്തോടുകൂടി ഞങ്ങളെ സ്നേഹിച്ച അഭിവന്യ പിതാവിൻ്റെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നന്ദിയോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മാനന്തവാടി നോർബർട്ടൈൻ സഭാ സമൂഹത്തെ സംബന്ധിച്ച് പിതാവ് ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനാണ്. ഇന്ത്യയിലെ 1979 പിതാവ് മാനന്തവാടി രൂപതാധ്യക്ഷനായിരുന്ന സമയത്താണ് ഞങ്ങളുടെ സഭ മാനന്തവാടിയിൽ ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ സഭയുടെ വളർച്ചയിൽ പിതാവ് വളരെ വലിയ പങ്കുവഹിച്ചു. ആരംഭത്തിൽ 10 വർഷക്കാലം രൂപതയിലെ അച്ഛന്മാരെ വിട്ട് ഞങ്ങളുടെ പരിശീലനത്തിലെല്ലാം പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ അച്ഛന്മാരായി തുടങ്ങിയ സമയത്താണ് നമ്മുടെ ചിക്കുമംഗളൂരുള്ള എന്നാർപുര മിഷൻ പ്രദേശം മാനന്തവാടി രൂപതയുടെ ഭാഗമായിരുന്ന മുഴുവൻ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചതും പത്രമാത്രം പിതാവ് ഞങ്ങളുടെ സഭാ സമൂഹത്തെ സ്നേഹിച്ചിരുന്നു. നോർബർട്ടൈൻ സഭയുടെ പ്രത്യേകമായ പ്രാർത്ഥനയും ആദരാഞ്ജലികളും അവസരത്തിൽ പ്രത്യേകമായിട്ടും അറിയിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും തുങ്കിടി പിതാവാണ് ഈ സഭ ഇവിടെ ഇന്ത്യയിൽ സ്ഥാപിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആ വൈദികൻ എടുത്തു പറഞ്ഞ കാര്യം. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അദ്ദേഹം സദാ ഉത്സുകനായിരുന്നു എന്ന ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വരുന്നുണ്ട്. പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛ എങ്ങനെയാണ് ആ ഓർമ്മകളിലൂടെ എങ്ങനെയാണ് പോകുന്നത്? പിതാവ് ഞാൻ തീരെ ചെറുതായപ്പോൾ തന്നെ ഞാൻ പിതാവിൻ്റെ രൂപതയിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പിതാവുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആദ്യ കുർബാനയ്ക്കും സ്ഥൈര്യലേപനത്തിനും ഒക്കെ തന്നത് പിതാവ് തന്നെയാണ്. അതുകൊണ്ട് ആ ഓർമ്മകൾ ഇപ്പോൾ നിലനിൽക്കുന്നു. എപ്പോഴും പുഞ്ചിരിക്കുന്ന പിതാവ്, നന്നായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഭക്തിയോടുകൂടെ വിശുദ്ധ ബലി അർപ്പിക്കുന്നതും അതുപോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും കാണുകയും ചെയ്യുന്ന പിതാവിനെയാണ് എപ്പോഴും മനസ്സിലുണ്ട്. പിതാവിൻ്റെ വേർപാടിൽ തീർച്ചയായും വലിയൊരു നഷ്ടമായി തന്നെ കാണുന്നു. തീർച്ചയായും ഓരോ വ്യക്തികൾക്കും എടുത്തു പറയാൻ പറ്റുന്നത് അവർ